പൊത്തിനുള്ളിൽ പോക്രും പോക്രും കരയുന്നതാര്? ബ്ലും ബ്ലും വെള്ളത്തിൽ ചാടിയതാരാണ്? മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. തോഴിൻ കരയിലെ കൈതക്കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രും പോക്രും കരയുന്നതാര്? വെള്ളത്തിൽ തുള്ളി തുള്ളി വട്ടക്കണ്ണും വെട്ടിക്കളിച്ച് മുങ്ങാങ്കുഴിയിട്ടു കളിക്കുന്നു. വെള്ളത്തിൽ തുള്ളി തുള്ളി വട്ടക്കണ്ണും വെട്ടിക്കളിച്ച് മുങ്ങാങ്കുഴിയിട്ടു കളിക്കുന്നു. മണ്ണിൽ കഴിയാ മരപ്പൊത്തിലിരിക്കാം, മുങ്ങിക്കുളിക്കാം, നീന്തി തുടിക്കാം, വേഗത്തിൽ ചാടി നടക്കാം, പോക്രം പോക്രം കരയാം. വേഗത്തിൽ ചാടി നടക്കാം, പോക്രം പോക്രം കരയാം. മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. തോഴിൻ കരയിലെ കൈതക്കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രം പോക്രം കരയുന്നതാര്? ചാടി ചാടി നടന്നിടാൻ കാലുകൾ നാലുണ്ട്. പല പല നാടുണ്ട്, പല പല വീടുണ്ട്. ചാടി ചാടി നടന്നിടാൻ കാലുകൾ നാലുണ്ട്. പല പല നാടുണ്ട്, പല പല വീടുണ്ട്. ചുക്കിച്ചുളിഞ്ഞും മീനുമിനുത്തും, പച്ചയും മഞ്ഞ പിന്നെ കറുകറുപ്പും. ഒത്തിരി ഒത്തിരി നിറത്തിലുണ്ട് പോക്രും കരയും തവള. ഒത്തിരി ഒത്തിരി നിറത്തിലുണ്ട് പോക്രും കരയും തവള. ഞങ്ങളുടെ പേരോ തവളാച്ചി, പോക്രും പോക്രും കരയും. ഞങ്ങളുടെ പേരോ തവളാച്ചി, പോക്രും പോക്രും കരയും. തോടിൻ കരയിലെ കൈതക്കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രും പോക്രും കരയുന്നതാര്? ബ്ലും ബ്ലും വെള്ളത്തിൽ ചാടിയതാരാണ്? മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. തോടിൻ കരയിലെ കൈതക്കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രും പോക്രും കരയുന്ന
പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിരുണ്ടേ പൊന്നമ്മ. അമ്മ തന്നോട്ടം അതുപോലില്ല വേറൊരു നേട്ടം. അമ്മിന്നപ്പാലും തേൻമൊഴിപ്പാട്ടും മാറിൻ ചൂടിലെ താരാട്ടും എന്നെന്നും ഓർമ്മകളായി ചേരാനായി എന്നുള്ളിൽ നേരിൻ മൊഴികൾ നൂറുണ്ടേ. അമ്മക്കായി പകരം ഞാൻ എന്തെല്ലാം ചെയ്താലും ആവില്ലൊന്നും തുല്യമതായി. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിരുണ്ടേ പൊന്നമ്മ. കണ്ണാരം പൊത്താനും മണ്ണപ്പം ചുടുവാനും താപ്പാന് കളിക്കാനും എന്നമ്മ. ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും ഉമ്മയേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിരുണ്ടേ പൊന്നമ്മ. ഇതാണ് കൃഷ്ണപുരം എന്ന രാജ്യം. കൃഷ്ണപുരം സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ദേവദത്തൻ. ആ രാജാവിന് ദൈവത്തിൽ വലിയ വിശ്വാസമുള്ള, എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയാണെന്ന് എപ്പോഴും പറയുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം, മന്ത്രി, നാളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് വേട്ടയാടാൻ പോകാനുള്ളതാണ്. പ്രഭു, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ തേനെടുക്കാൻ പോകുന്ന നമ്മുടെ പ്രജകളെ ആക്രമിക്കുന്നതായി പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടയാളികളെയും കൂട്ടിപ്പോകാം. അതല്ലേ നല്ലത്? ഒരു ചെറിയ വേട്ടയ്ക്ക് പടയാളികളെ കൂട്ടിപ്പോകുന്നതിൽ പരം നാണക്കേട് വേറെ ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം മതി. ഇനി മന്ത്രിയില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ പറയരുത് പ്രഭു. അവരും തങ്ങളുടെ പ്രജകൾ തന്നെ. നമ്മൾ വേട്ടയാടുന്നത് അവരെയല്ല, മൃഗങ്ങളെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ പടയാളികൾ നമുക്ക് സഹായകമാകും. എന്നാൽ രാജാവിൻ്റെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. അവർ രണ്ടാളും തനിയെ പോകാൻ തീരുമാനിച്ചു. ആയുധകലകളിൽ ഏറെ താല്പര്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ രാജാവ്. അങ്ങനെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജാവിൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. വിശ്രമിക്കുകയായിരുന്ന രാജാവിനെ കാണാൻ നമ്മുടെ മന്ത്രി എത്തി. പ്രഭു, അങ്ങേക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന അങ്ങോട്ട് കുറയുന്നില്ലല്ലോ മന്ത്രി. സഹിക്കാൻ കഴിയുന്നില്ല. സാരമില്ല പ്രഭു, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇത് കേട്ട രാജാവിന് കോപം ഇരട്ടിച്ചു. എന്റെ വിരൽ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ വീണ്ടും പറയുന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണെന്നല്ലേ? ആരവിടെ? മന്ത്രിയെ തടവിലാക്കൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തന്റെ മന്ത്രി തടവിലായതിനാൽ രാജാവ് തനിയെ കാട്ടിൽ വേട്ടയാടാൻ പോയി. രാജാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഗോത്രക്കാർ രാജാവിനെ കുടുക്കുകയും അവരുടെ തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ രാജാവിന്റെ കയ്യിലെ മുറിവ് കണ്ട ഗോത്രത്തലവൻ രാജാവിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു.
വിരൽ മുറിഞ്ഞ ഒരാളെ ഈ ഗോത്രത്തിന്റെ ദേവതയ്ക്ക് വഴിപാടായി നൽകാൻ പാടില്ല. അയാളെ വിട്ടേക്കൂ. മരണത്തിൽ നിന്നും നേരിയ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട രാജാവിന് സന്തോഷമായി. വിരൽ മുറിയുന്നത് പോലും നല്ലതിനാണെന്ന് പറഞ്ഞ ജ്ഞാനിയായ മന്ത്രിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് രാജാവ് തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. മടങ്ങിയെത്തിയ അദ്ദേഹം ഉടൻ തന്നെ മന്ത്രിയെ മോചിപ്പിക്കാൻ ഉത്തരവിടുകയും രാജ്യത്തിന്റെ മന്ത്രിയായി അദ്ദേഹത്തെ തിരികെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്റെ ജീവൻ രക്ഷപ്പെട്ടത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമോ? നിങ്ങളെ തടവിലാക്കി. അതും നിങ്ങൾക്ക് നല്ലതാണെന്ന് എങ്ങനെ വിശദീകരിക്കാനാവും? നിങ്ങൾ എന്നെ തടവിലാക്കിയതിനാൽ നിങ്ങളുടെ വേട്ടയാടൽ യാത്രയിൽ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഗോത്രക്കാർ എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. തീർച്ചയായും എന്നെ അവർ ബലി നൽകുമായിരുന്നു. കാരണം അങ്ങയുടെ പോലെ എന്റെ വിരലുകൾ മുറിഞ്ഞിട്ടില്ലായിരുന്നു. മന്ത്രിയുടെ മറുപടിയിൽ രാജാവ് സന്തുഷ്ടനായി. അന്നു മുതൽ തന്റെ പ്രജകൾക്കായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ബുദ്ധിമാനായ മന്ത്രിയുമായി ആലോചിച്ചു.